ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി അമ്പലത്തിൽ പോയ നമ്മുടെ ആ അമ്മയെ മഹാലക്ഷ്മി കാണുന്നുണ്ട്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, എന്തായാലും മോള് വൈകാതെ ഒരു കുഞ്ഞിന് അമ്മയാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ആകെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ആ അമ്മ മനക്കണ്ണിൽ കാണുന്നത് പോലെ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസത്തിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും എന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ആ അത്ഭുതം എന്തായാലും കണ്ണൻ്റെ കാലുകൾക്ക് ചലഞ്ചിച്ച് തിരിച്ചു കിട്ടിയതും കണ്ണനെ എഴുന്നേറ്റ് നടക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവരെന്തായാലും സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കും എന്നൊക്കെയാണ് അമ്മ മഹാലക്ഷ്മിയോട് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ മഹാലക്ഷ്മി എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണുള്ളത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഭ്രാന്തീനെ പോലെയാണ് കരുണ ഇപ്പോൾ എല്ലാവരോടും പെരുമാറുന്നത്. പ്രതാപനെയും മുത്തശ്ശിനെയും ഒന്നും കാണാൻ പോലും കരുണ കൂട്ടാക്കുന്നില്ല. അവർ കാരണമാണ് എൻ്റെ കുഞ്ഞിപ്പോൾ എൻ്റെ വയറ്റിൽ നിന്നും പോയത് എന്നൊരു വിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രതാപനും മുത്തശ്ശിയും വന്നിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്കാരെയും കാണണ്ട, എന്നെ ആരും കാണാനും വരണ്ട. എല്ലായ്പ്പോഴും മഹാലക്ഷ്മിയെ എന്തെങ്കിലും പണി ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം എനിക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പം ഇത് അവൾ കാരണം എൻ്റെ കുഞ്ഞിനെ കൂടി നഷ്ടമായിട്ടുണ്ട്, എനിക്കിനി ആരെയും കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ പ്രതാപനും മുത്തശ്ശിയൊക്കെ വല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട്. കാരണം അവരത്രയും ആഗ്രഹിച്ചതാണ് കരുണമോൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ വെച്ചിട്ട് മഹാലക്ഷ്മിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട്, മഹാലക്ഷ്മിനെ കുത്തി നോവിക്കാനായിട്ടും ആ കുഞ്ഞിനെ ഉപയോഗിക്കാൻ അവരത്രയും ആലോചിച്ചതാണ്. അങ്ങനെ കരുണേൻ്റെ അടുത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ വേഗം തന്നെ ഉണ്ണീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണീനെ കുത്തി നോവിച്ച് ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ ഒന്നും തിരിച്ചു പറയാത്തതോ എനിക്കറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ണി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ മുത്തശ്ശീനോട് പറയുന്നുണ്ട്, വേണ്ടമ്മേ, അവനെ ഇനി ഒന്നും പറയണ്ട, അവനും സങ്കടം ഉണ്ടാവുമല്ലോ, അവൻ്റെയും കൂടി കുഞ്ഞല്ലേ പോയത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനൊരു സങ്കടമില്ല, അവന് നമ്മളുടെ കരുണമോളെയോ അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ ഒന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളെ കുത്തി നോവിച്ചിട്ട് കിട്ടുന്ന സന്തോഷമാണ് മുത്തശ്ശിക്ക് ഏറ്റവും കൂടുതലായിട്ട് വലുത്. അതിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും. ഇപ്പം തന്നെ കരുണ ഇത്രയും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള സമയത്താണ് കരുണയുടെ ഭർത്താവായിട്ടുള്ള ഉണ്ണീനെ മുത്തശ്ശി ഇത്രയും കുത്തി നോവിക്കുന്നത്. ദുർഗയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മഹാലക്ഷ്മിയുടെ തലയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഹാലക്ഷ്മി കാരണമാണ് കരുണമോൾ ഇത്രയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. കരുണമോളുടെ കുഞ്ഞ് അലസിപ്പോയതും മഹാലക്ഷ്മി കാരണമാണെന്നാണ് ദുർഗ പറയുന്നത്. ഇതൊക്കെ കേട്ടാണെങ്കിൽ കണ്ണന് തീരെ സഹിക്കുന്നില്ല. കണ്ണൻ പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ഇല്ലാതാക്കാനും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കണം. നിങ്ങളൊക്കെ കാരണമാണ് കരുണയുടെ കുഞ്ഞ് പലസിപ്പോയത്. ആ പച്ചമരുന്ന് എങ്ങനെയാ പായസത്തിൽ വന്ന് എന്നെയും മഹാലക്ഷ്മിനെ ഇല്ലാതാക്കാനായി അവർ തന്നെ ഒരുക്കി വെച്ച കെണിയല്ലേ, അത് അവർക്ക് തന്നെ വന്നു. അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം. ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ഫലം ഓരോരുത്തർ അനുഭവിക്കണം. ഇനിയെങ്കിലും നിങ്ങളൊക്കെ പഠിക്കുക, മറ്റുള്ളവരെ ഇല്ലാതാക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങളൊക്കെ ഇനിയെങ്കിലും പഠിക്കുക എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ ദുർഗയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.